ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ തെന്മലയിലാണുള്ളത്. തെന്മല ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് നമ്മൾ പേപ്പേഴ്സ് എല്ലാം കാണിച്ചിട്ട് ഇപ്പോൾ ബോട്ട് ലാൻഡിങ് ഏരിയ ഉണ്ട്. ആ ബോട്ട് ലാൻഡിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് നേരെ ഇടിമുഴങ്ങാൻ പാറയിലേക്കാണ് പോകുന്നത്. ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാക്കേജാണിത്. നോർമലി ബോട്ടിംഗ് നടക്കുന്ന അതേ ബോട്ട് ലാൻഡിങ് ഏരിയയിൽ തന്നെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് എർത്ത് ഡാം എന്ന് പറയുന്ന ഒരു റിസർവോയർ ഏരിയ ഉണ്ട്. അവിടെ നിന്നാണ് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി സെറ്റിലാവുകയാണ്. ഏകദേശം 1 hour അടുപ്പിച്ച് ബോട്ടിംഗ് നടത്തിയിട്ടാണ് നമ്മൾ ഇടിമുഴങ്ങാനിൽ എത്തുന്നത്. ഈ ട്രിപ്പിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോറസ്റ്റ് ഗാർഡും അതുപോലെ ഒരു കുക്കും വരുന്നതായിരിക്കും നമ്മുടെ കൂടെ. വെള്ളം കുടിക്കാനായിട്ട് വൈൽഡ് അനിമൽസ് വരും എന്നുള്ളത് കൊണ്ട് റിസർവോയറിൻ്റെ 2 സൈഡും നോക്കിയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പ്രതീക്ഷിച്ച പോലെ 3 ആന അതായത് നിൽക്കുന്നുണ്ട് സൈഡിലായിട്ട്. അതെ അതെ, ഇത് ഈവൻ ഇതിലും 1 inch സെൻസർ വെച്ചിട്ട് ഇതിലും തന്നെ അത്യാവശ്യം നല്ല വീഡിയോ ക്ലിയർ. ഒരാളും കൂടെ തിരിഞ്ഞിരുന്നെങ്കിൽ അത് നൈസായിട്ടുണ്ട്. സാധാരണ ബോട്ടിംഗ് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ബോട്ടിംഗ് ആയിരുന്നു. വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഈ ലാൻഡ് കവർ ചെയ്തിട്ട് ഇടിമുഴങ്ങാൻ പാറയുടെ അടുത്ത് വരെ പോകാറുണ്ട് ചില സമയത്ത് ബോട്ട്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നമുക്കിവിടെ ഇറങ്ങി നടന്നു പോകേണ്ടതായിട്ടുണ്ട്. ബോട്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നാളെ ഇറങ്ങാനുള്ളൊരു ടൈം ആകുമ്പോഴേക്കും ബോട്ട് തിരിച്ച് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരും. ഇപ്പം ഈ കാണുന്ന കുറ്റികളൊക്കെ വെള്ളം കയറുന്നതനുസരിച്ച് അഴുകിപ്പോയതാണ്. എൻ്റെ ഷൂസ് പക്ഷെ കറക്റ്റ് കളറാണ്. ഏത് ജീവിക്കും കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ജീവിനെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും വാട്ട് യു വെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാടിൽ വരുമ്പോൾ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സും ബാഗും ഒക്കെ ഒഴിവാക്കി വരുന്നതാണ് ഏറ്റവും നല്ലത്. കാടുമായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ള ഡ്രസ്സസാണ് ഏറ്റവും സേഫസ്റ്റ്. ബ്രൈറ്റ് കളേഴ്സ് സ്പോട്ട് ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതാണ് റീസൺ. ഇടിമുഴങ്ങാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഈ പരന്ന പുൽമേട്. റിസർവോയറിലെ വെള്ളം താന്നിട്ടാണ് ഈ പുൽമേട് ഉണ്ടാകുന്നത്. ആനയും കാട്ടുപോത്തൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണിത്. ഇതാണ് ഇടിമുഴങ്ങാൻ പാറയിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. 2 റൂംസ് അടങ്ങുന്ന ഒരു ക്യാമ്പിംഗ് ഷെഡാണിത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നടന്നു വന്ന പുൽമേടിൻ്റെ ഫുൾ വ്യൂ കിട്ടും. പിന്നെ അതുപോലെ ഈ ക്യാമ്പിംഗ് ഷെഡ് ഇലക്ട്രിക് ഫെൻസും ട്രെഞ്ചും വെച്ച് സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അനിമൽസ് ഒന്നും അങ്ങനെ അകത്തേക്ക് കയറത്തില്ല. ചെന്ന് കയറുമ്പോൾ കാണുന്ന ആ റൂമെന്ന് പറയുന്നത് കിച്ചണും അതുപോലെ സ്റ്റാഫിൻ്റെ അവർക്ക് യൂസ് ചെയ്യാനുള്ള റൂമാണ്. ഫ്രണ്ടിൽ നമുക്ക് ഡൈൻ ചെയ്യാനുള്ള കസേരയും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അകത്ത് 2 റൂംസാണ് വരുന്നത്. ഏകദേശം 6ഓളം ആളുകൾ അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ലഗേജ് എല്ലാം റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ ക്യാമറ എടുത്ത് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുൽമേട് വഴി നേരെ നടന്ന് നമ്മൾ ആ ബോട്ട് വന്നിറങ്ങിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. വെയിലൊക്കെ താഴ്ന്നു വരുമ്പോൾ വൈൽഡ് അനിമൽസ് ഈ ഒരു പുൽമേടിൽ ഇറങ്ങി നിൽക്കാറുണ്ട്. നമ്മുടെ ആ ഒരു ഫ്രെയിമിൽ ആ പച്ചപ്പും പിന്നെ മണ്ണിൻ്റെ ഒരു റെഡിഷ് കളർ എല്ലാം കൂടി ചേർത്തിട്ട് വല്ലാത്തൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫ്രെയിമാണ് നമുക്ക് കിട്ടുന്നത്. വെള്ളം കയറുന്ന ആ പോർഷനാണ് ഇപ്പോൾ ഈ മണ്ണായിട്ട് കിടക്കുന്നത്, കാരണം അവിടെ മരങ്ങളൊന്നും അങ്ങനെ വളരുന്നില്ലല്ലോ. ഹെർപ്പിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗംബൂട്ട് ഒരു നല്ല ചോയ്സാണ്. മഞ്ജിത് ഭായ് ആ ഗംബൂട്ടിട്ട് സുഖമായിട്ട് വെള്ളം ക്രോസ് ചെയ്ത് പോകുന്നത് കാണാമല്ലോ. ഹാർഡ് കോർ ട്രെക്കിങ്ങിന് പക്ഷേ ഇത് കംഫർട്ടബിൾ അല്ല. എന്നുന്നുണ്ട്. കല്ലിൻ്റെ ഒക്കെ
പാറ്റേൺ കണ്ടു, വേറെ ലെവൽ. ഫോറിൻ കൺട്രീസിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സോങ്സിൻ്റെ ലൊക്കേഷൻ പോലെ ഇരിക്കുന്നു ഏത് സൈഡിലേക്ക് തിരിഞ്ഞാലും. അനിമൽസിനെ കാണാനാണ് ഇറങ്ങിയത്, പക്ഷേ ഈ സ്ഥലം തന്നെ കണ്ട് തൃപ്തിയായി. നമ്മളതുവഴിയാണ് വന്നത്. പുള്ളിക്കാരന് പിന്നെ ഗംബൂട്ട് ആയതുകൊണ്ട് വെള്ളമൊന്നും ഒരു വിഷയമല്ല. ബാക്കിയുള്ള ട്രിപ്സ് പോലെ രാഹുൽ ബ്രോ എന്നാണ് ഈ ട്രിപ്പ് നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്തേക്കുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു ഏരിയ ഉണ്ട്. നമ്മളൊന്ന് കുളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഗുഹ ഉണ്ടോടാ? You're an angel, that's for sure. With some devil, hear you roar. But I like it when you're on the floor. In my ear, be whispering. Used to have fun, now I'm bored. Do I miss you? Yes, of course. Think about that time when we stayed up all night talking. I could never let you go. Go on thinking about those secrets true. And I will never bet the word that I would find anyone like you. വൈകുന്നേരം നമ്മൾ പോയില്ലേ, ആ സമയത്ത് കുളിയും കറക്കും എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഇതേ നിൽക്കുന്നൊരു കാട്ടുപോത്ത് നമ്മുടെ ഷെഡിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട്. മെയിലാണ്, ഒറ്റയാനുമാണ്. അവരിങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങി നടക്കാറുണ്ട്. ഫോട്ടോയ്ക്ക് ഇവിടെ നിന്ന് ക്ലിയർ ഷോട്ടാ, അവള് വീർക്കുന്നുണ്ട്. ശരി, ആംഗിൾ അവിടെ ഓപ്പണാണ്. നോക്കട്ടെ, ഇത് എടുക്കാം. നമുക്ക് അങ്ങോട്ട് പോകാൻ കോൾ ചെയ്യാം. സെയിം സാധനം കറക്റ്റ്. ക്രിക്കറ്റ് ഫ്രോഗ്. ഇങ്ങനെ അടിക്കാവോ? ഇങ്ങനെ അടിക്കാവോ? ഇങ്ങനെ ഞാൻ പഠിച്ചിരുന്ന പോലെ തന്നെ വീഡിയോയിൽ കിട്ടും മൂവ്മെന്റ്സ് ഒക്കെ. രാത്രി ക്യാമ്പ് ഷെഡിൻ്റെ മുമ്പിൽ തന്നെ കുറച്ച് ഹെർപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ നല്ല ഉഗ്രം ബ്രേക്ക്ഫാസ്റ്റ് റെഡി. മുമ്പിൽ കാണുന്ന പുൽമേടിലാണ് ഇന്നലെ വൈകിട്ട് മൊത്തം കാട്ടുപോത്തുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ ട്രെക്കിന് പോവാണ്. അത് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ആ ട്രെക്കിന് പോയി തിരിച്ച് ഇവിടെ നിന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷമായിരിക്കും ഇറങ്ങുന്നത്. ഇടിമുഴങ്ങാൻ നൈറ്റ്സ് നമുക്ക് ശെന്തുരുണിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പാക്കേജിൻ്റെ റേറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ആ സൈറ്റിൽ തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബോട്ടിംഗ്
താമസം, ട്രെക്കിംഗ്, ഫുഡെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പാക്കേജ് വരുന്നത്. ഇതല്ലേ മറ്റേ മരം? ഈ ഒരു പെർട്ടിക്കുലർ മരം ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അതിൻ്റെ ബേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ആളിൻ്റെ സൈസും മരത്തിൻ്റെ ബേസും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അത്രയും വലിയൊരു മരമാണിത്. എത്ര കാലങ്ങൾ പഴക്കം ഉണ്ടാവുമെന്നറിയാവും. മ്ലാവിൻ്റെയും ധോലിൻ്റെയും കാൽപ്പാടുണ്ട്. ഒരു ഹണ്ടിൻ്റെ പാർട്ടായിട്ട് വന്നതായിരിക്കാം തോന്നുന്നു. മ്ലാവ് അല്ലെങ്കിൽ സാമ്പാടിയർ, ധോൽ അല്ലെങ്കിൽ കാട്ടുപട്ടി, ചെന്നായൊക്കെ വിളിക്കുന്ന ജീവി. ഇത് രണ്ടും ഈ കാട്ടിൽ നിറയുണ്ട്. ചെന്നായയുടെയൊക്കെ മെയിൻ ഭക്ഷണങ്ങളിലൊന്നാണ് മ്ലാവ്. ഷൂസ് നനയാതിരിക്കാൻ അഭ്യാസ പ്രകടനം നടത്തി ക്രോസ് ചെയ്ത ഗിരിയെ വെല്ലുവിളിച്ചുകൊണ്ട് മഞ്ജിത് ഭായിയുടെ തഗ് ലൈഫ്. ഗംബൂട്ടിൻ്റെ ഗുണങ്ങളിലൊന്നാണ് ഇത്. നല്ല ശക്തമായിട്ടുള്ള മഴയിൽ ഈ ഒരു ഭാഗം ഒലിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഈ കിടക്കുന്നത്. നമ്മൾ ജനിച്ചതും വളർന്നതൊക്കെ കാട്ടിലല്ലേ, വർഷങ്ങളുടെ അല്ലേ? ഇതാണ് ബ്ലൂ മോമൺ ബട്ടർഫ്ലൈ, മലയാളത്തിൽ കൃഷ്ണശലഭം എന്ന് പറയും. ടോണി കോസ്റ്റർ അഥവാ തീച്ചിറകൻ. പീകോക്ക് അഥവാ ആൺമയിൽ പീലി നിവർത്തി ആടുന്നത് മേറ്റിങ്ങിനായിട്ട് ഫീമെയിലിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ലഞ്ച് എടുത്ത് പറയേണ്ടതാണ്. നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ സ്ഥിതിക്ക് ലഞ്ച് അടിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണെന്ന്. ഫോർവേഡ്, ന്യൂട്രൽ, റിവേഴ്സ്. അങ്ങനെ ഇടിമുഴങ്ങാൻ നൈറ്റ്സ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ചെത്തി. ഇനി ബോട്ട് ഇറങ്ങി അവരുടെ തന്നെ ബസ്സിൽ നമ്മൾ തെന്മല പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും. സോ സീ യു സൂൺ. Until then, adios amigos.